ഞാനിപ്പോ വരാം. ധനുഷ് എവിടേക്കാ? ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. ഇവിടെ ഇരുന്നൂടെ? ഇല്ല, ഞാൻ പുറത്തുനിന്ന് സംസാരിച്ചിട്ട് വരാം. തനിക്ക് ഡിസ്റ്റർബ് ആവണ്ട. എനിക്ക് എന്താ ഡിസ്റ്റർബ്? താനിരിക്കും, ഞാൻ ദാ വരുന്നു. ഹലോ, നീ എന്തെന്റെ കോള് കെട്ടിയത്? എടുത്തല്ലോ. ഇതിന് മുൻപ് ഒരു തവണ വിളിച്ച കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോ സ്നേഹം അടുത്തുണ്ടായിരുന്നു. അവൾ അടുത്തുണ്ടെങ്കിലും എന്റെ കോള് കണ്ട എടുത്തിരിക്കണം നീ. അതെങ്ങനെ? നീ മധുവിധം ആഘോഷിക്കുന്ന തിരക്കിലല്ലേ? നീ എന്തിനാ ഇപ്പൊ വിളിച്ചത്? എന്നെ കുറ്റപ്പെടുത്താനോ? നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയും. പറയാനുണ്ട്. അത് ഫോണിൽ കൂടെ അല്ല, നേരിട്ട്. ഇന്ന് രാത്രി കാണണം നമുക്ക്. ഇന്നോ? ഇന്നൊന്നും പറ്റില്ല. പറ്റണം. രാത്രി നീ എന്റെ അടുത്ത് വരികയും ചെയ്യും, നമ്മൾ കാണുകയും ചെയ്യും. ഞാൻ പറയുന്നത് നീ ഒന്നും മനസ്സിലാക്ക്. പഴയതുപോലെ അല്ല. ഇപ്പൊ എന്റെ ഒപ്പം എന്റെ ഭാര്യ കൂടിയുണ്ട്. അവന്റെ ഒരു ഭാര്യ? അപ്പൊ ഞാൻ നിന്റെ ആരാടാ? ദേ, എന്നോട് വേഷം കെട്ട് ഇറക്കിയാലുണ്ടല്ലോ. നിനക്കറിയാലോ ഞാൻ വീണ്ടും എന്ത് കഷ്ടപ്പെട്ടിട്ടാ ഇവിടേക്ക് കയറിക്കൂടിയെന്നുള്ളത്. നീ പറയുമ്പോഴൊക്കെ വന്ന് ആരെങ്കിലും കണ്ടാ അതോടെ എല്ലാം തീരും. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, സ്നേഹയുടെ ജീവിതത്തിൽ നിന്ന് കൂടി പുറത്താവും ഞാൻ. അതുകൊണ്ട് ഇന്നൊന്നും വരാൻ പറ്റില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചാ അത് നടത്തിയിട്ട് അടങ്ങും, നിനക്കറിയാലോ. നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക്. അത് നീ കേൾക്കാൻ വേണം, നിന്റെ അഭിപ്രായം പറയുകയും വേണം. എടുത്തുചാടം നിന്റെ സ്വഭാവമാ. അതുകൊണ്ട് ആപത്തുകളെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ നീ ആവശ്യപ്പെടുന്നതേ നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട കാര്യമാ. നിനക്ക് വേണ്ടിയാ ഞാനിവിടെ തങ്ങുന്നെന്നുള്ളത് നീ ഒന്ന് മനസ്സിലാക്ക്. നമുക്ക് നാളെയോ മറ്റന്നാളോ പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാം. നീ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് ഞാൻ വന്നിരിക്കും, ഉറപ്പ്. ഞാൻ പറയാനുള്ള കാര്യം നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് രാത്രി ധനുഷ് എന്റെ അടുത്തുണ്ടാവണം. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. നിന്റെ പുത്തനച്ചിയുടെ മുന്നിൽ വെച്ച് ഞാൻ പറയാനുള്ളതൊക്കെ അങ്ങ് പറയും. അപ്പോഴും നീ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ സംഭവിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവണ്ടെങ്കിൽ മര്യാദയ്ക്ക് വന്നോണം. ഞാൻ പറയട്ടെ? ഹലോ ഹലോ, ആരെ പുറത്തുപോയി കാണാന്ന് പറഞ്ഞു? അത് ഞാൻ ഒറ്റയ്ക്കാവുന്ന കരുതിയാണേല് ധനുഷ് ഫ്രണ്ടിനെ കാണാൻ പോവാതിരിക്കണ്ട. ആരെയാന്ന് വെച്ചാ പോയി കണ്ടിട്ട് വാ. നീ വാ. നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഇല്ല, ഞാനൊരു ആവശ്യത്തിനായി അവന്തിക മാഡത്തിനെ കാണാൻ വന്നതാ. ഇത് തന്നെയല്ലേ നിങ്ങൾ നേരത്തെയും പറഞ്ഞു? എന്നിട്ട് ആ മാഡത്തിനെ കണ്ടല്ലോ, ഇനി പോയിക്കൂടെ?
പോവാം. അതിനു മുമ്പ് അർച്ചന മേഡത്തിനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്നോടോ? എന്നോട് എന്ത് കാര്യം പറയാൻ? അതൊക്കെ ഞാൻ പറയാം. ഒരു മിനിറ്റ്, ഒന്ന് പുറത്തേക്ക് വരാൻ പറ്റുമോ? ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. എന്താ കാര്യം? ഒരു പ്രധാനപ്പെട്ട കാര്യമോ? മറ്റാരെങ്കിലും കേട്ടാൽ ശരിയാവില്ല. അതാ. പ്ലീസ് അർച്ചന മേഡം ഒന്ന് പുറത്തേക്ക് വരണം. ഒരു 2 മിനിറ്റ്, അതിൽ കൂടുതൽ എടുക്കില്ല. പ്ലീസ്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? വേഗം പറയും. അത് മറ്റൊന്നുമല്ല, ഇവിടുത്തെ കുഞ്ഞുങ്ങളെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന കാര്യം? അവരുടെ എന്ത് കാര്യം? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കുഞ്ഞുങ്ങളുടെ എന്ത് കാര്യമാണ് പറയാനുള്ളത്? അത് ഇവിടുത്തെ കുഞ്ഞ് നിത്യ, ആഹാ, നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? ഞാൻ കരുതി നീ പോയി കാണുന്നു. നിങ്ങൾ പറയാമെന്ന കാര്യം പറ. ഇവിടുത്തെ കുഞ്ഞിന് എന്താ നിത്യ, നിങ്ങൾ വേറെന്തേലും കാര്യം പറയായിരുന്നോ? നീ ഇങ്ങോട്ട് വന്നേ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിന് ആദ്യം തീരുമാനം ഉണ്ടാക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. നീ വാ. നിക്ക്. എന്നോട് പറയാമെന്ന കാര്യം ആദ്യം പറ. അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. അതൊക്കെ അവള് തിരികെ വന്നിട്ട് പറയൂ അർച്ചന. വേറൊരു അത്യാവശ്യ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിത്യയുടെ സഹോദരിയുടെ മോന്റെ കണ്ണോപ്പറേഷന്റെ കാര്യേ. വന്നേ പറയട്ടെ, വാ. ഇങ്ങോട്ട് കേറ്. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് മറ്റൊരു ഉദ്ദേശമില്ല. ഈ കുടുംബത്തോട് ഞാനൊരു തെറ്റ് ചെയ്തു. അത് എനിക്കിവിടെ എല്ലാവരോടും പറയണം. നീ ഇവിടേക്ക് വന്നത് ഇങ്ങനൊരു കുറ്റബോധത്തോടെ അല്ലല്ലോ. കാശും ചോദിച്ചല്ലേ? പിന്നെ എപ്പം മുതലാ പശ്ചാത്താപത്തിന്റെ ഭസ്മം നിന്റെ നാവിൽ നിന്ന് വന്നു തുടങ്ങിയത്? കൂടെ നിന്ന് സഹായിക്കുമെന്ന് കരുതിയവർ തള്ളി പറഞ്ഞപ്പോ എത്ര വലിയ സഹായമാണ് ഞാൻ മാഡത്തിന് ചെയ്തു തന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അത് മാഡത്തിന് സഹായമായിരുന്നെങ്കിൽ അപ്പോൾ ഞാൻ ചെയ്തത് വലിയൊരു അപരാധമല്ലേ? ഒരാവശ്യത്തിന് ഞാനൊരു 50,000 രൂപ ചോദിച്ചതാണോ തെറ്റ്? നീ 50,000 രൂപ ചോദിച്ചതിൽ തെറ്റൊന്നുമില്ല. എനിക്കറിയാം സഹോദരിയുടെ മോന്റെ ഈ അവസ്ഥയാ നിന്നെ ഇതൊക്കെ ആലോചിക്കാൻ പ്രേരിപ്പിച്ചെന്ന്. ആ അവസ്ഥയോർത്ത് ഇനിയിപ്പോൾ ഇത് ആരോടും പറയാനൊന്നും നിൽക്കണ്ട. എന്നാ ക്യാഷ് ചെക്ക. നീ ചോദിച്ചതിലും കൂടുതലുണ്ട്. ആവശ്യപ്പെട്ടതിലും കൂടുതൽ പൈസ ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു. ഇനി നിന്റെ വായിൽ നിന്നൊന്നും വീഴരുത്. പിന്നെ ഇതൊരു ശീലാക്കുകയും ചെയ്യരുത്. ഇനി അങ്ങനൊരു ശീലം വെച്ച് പുലർത്താനാണ് നീ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പൊ ഞാൻ തന്നിരിക്കുന്നതിന്റെ പകുതി കൊടുത്താ നല്ല ഗുണ്ടകളെ കിട്ടും. നിത്യയെ തീർക്കാൻ പറഞ്ഞ തീർത്തിട്ട് വരുന്ന ഗുണ്ടകൾ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്ക് നിൽക്കരുത്. നീ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്ത് അർച്ചന നിന്നെ കാത്ത് നിൽക്കുന്നുണ്ടാവും. നീ നേരത്തെ പറഞ്ഞ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന്റെ ബാക്കി
നിത്യ നിക്കേ. നേരത്തെ നിത്യ പറയാമെന്ന കാര്യം മുഴുവിപ്പിച്ചില്ലല്ലോ. കുഞ്ഞുങ്ങളുടെ കാര്യം എന്തായിരുന്നു അത്? ഞാനെന്തോ പറയാൻ വന്നായിരുന്നു, പക്ഷേ അതിപ്പോ ഓർമ്മ കിട്ടുന്നില്ല. ആ മുറി കയറിയിട്ട് ഇറങ്ങിയപ്പോഴാണോ നിത്യ അത് മറന്നത്? എനിക്കറിയാം നീ അത് മറന്നതല്ലാന്ന്. എന്താന്ന് പറയേ? കുഞ്ഞുങ്ങളുടെ എന്ത് കാര്യം പറയാൻ വന്നത്? മറന്നുപോയിന്ന് വെറുതെ കള്ളം പറയരുത്. അത് വേറൊന്നുമല്ല, ഇവിടുത്തെ കുഞ്ഞിന് ഹൃദയ സംബന്ധമായ അസുഖമൊക്കെ ഉണ്ടല്ലോ, അതിനെപ്പറ്റി പറയാൻ വരുമായിരുന്നു. ആ കുഞ്ഞിന് നല്ലതുപോലെ കെയർ ചെയ്യണം, ദൂരയാത്രകൾക്കൊന്നും കൊണ്ടുപോകരുത്. അതൊക്കെയാണ് ഞാൻ പറയാൻ വന്നത്. അല്ലാതെ ഞാൻ മറ്റെന്ത് പറയാൻ? കള്ളം കള്ളമാണ് നിത്യ പറയുന്നത്. ഞാൻ എത്ര നിർബന്ധിച്ചാലും നീ അത് പറയില്ല എന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇനി അതേപ്പറ്റി ചോദിക്കുന്നില്ല. പക്ഷെ എനിക്ക് മറ്റൊരു കാര്യം അറിയണം. നീയും അവന്തികയും തമ്മിൽ എന്താ ബന്ധം? നിന്നെ എന്തിനാ അവരെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയത്? നിങ്ങൾ തമ്മിൽ അതിന് മാത്രം എന്ത് ബന്ധമുള്ളത്? അങ്ങനെ പറയത്തക്ക ബന്ധമൊന്നുമില്ല. എനിക്ക് നേരത്തെ ചെറിയൊരു പരിചയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം നിവൃത്തിയില്ലാത്തോണ്ടാ ഞാൻ മാഡത്തിനെ ഒന്ന് കാണാൻ വന്നത്. അല്ലാതെ അനിയത്തിയുടെ മകനൊരു ഓപ്പറേഷൻ, അതിന് കുറച്ച് കാശിന് ആവശ്യമുണ്ടായിരുന്നു. ആരോട് ചോദിക്കുമെന്ന് കരുതിയിരുന്നപ്പോഴാണ് മാഡത്തിന് ഓർമ്മ വന്നത്. ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ മാഡം പൈസ തരികയും ചെയ്തു. അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. നിൽക്കാൻ സമയമില്ല. മാഡം തന്ന പൈസ വേഗം ആശുപത്രി കൊണ്ട് കൊടുക്കട്ടെ. എവിടെയും ഇരിക്കേ. പിന്നെ നിന്റെ സമാധാനത്തിന് വേണ്ടി വേണമെങ്കിൽ ഞാൻ പറയാം. നിത്യ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. അവക്കൊരാവശ്യം വന്നപ്പോ അവൾ എന്നെ കാണാൻ വേണ്ടി വന്നതാ. അവളുടെ ആവശ്യം എന്താണെന്നറിയണമെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. അവളുടെ അനിയത്തിയുടെ കൊച്ചിന് എന്തോ വലിയ അസുഖമാണെന്നാ പറയുന്നത്. അതിന്റെ കണ്ണിന്റെ ഓപ്പറേഷന് കുറച്ച് പൈസ വേണം. അത് എന്നോട് വന്ന് കടം ചോദിച്ചു, ഞാനത് കൊടുക്കുകയും ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇതൊന്നും ഞാൻ നിന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇനി ആ സംശയം മനസ്സിൽ
നാളെ നിത്യയുടെ നാവിന്ന് തന്നെ ഞാനതറിയും. അന്നാണ് ഇപ്പൊ കാണിക്കുന്ന ഈ പുച്ഛഭാവമൊക്കെ മാറാൻ പോകുന്നത്. നിനക്കെന്തോ സംശയം തോന്നിയതില് തെറ്റു പറയാൻ പറ്റില്ല. അത് നിന്റെ കൂടപ്പിറപ്പാ എന്ന് കരുതി ആ സംശയം എന്റെ തലയെ കയറ്റിവെച്ച് സ്ഥിരീകരിക്കാൻ നീ ശ്രമിക്കണ്ട. പുച്ഛം തന്നെ അവന്തിക്ക് അർച്ചനയോട്, നിന്റെ മണ്ടത്തരങ്ങൾ ഓർത്ത്, നിന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത്. ആ ഭാവം ഞാൻ മാറ്റാനും ഉദ്ദേശിക്കുന്നില്ല. സംസാരത്തിലല്ലാതെ നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നീ സംശയങ്ങളെല്ലാം സത്യാണെന്ന് തെളിയിക്ക്. അന്ന് അർച്ചനയുടെ കാൽ കീഴിൽ ഒതുങ്ങി ജീവിക്കും ഈ അവന്തിക. നീ പറയുന്നതൊക്കെ അനുസരിച്ച്. ഹലോ, അവന്തിക മാഡം അല്ലേ? അതെ, ആരാ? മാഡം, ഞാൻ മൂർത്തി പറഞ്ഞിട്ട് വിളിക്കുവോ? ഒരു കുഞ്ഞിനെ മാറ്റുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? അതെ. ഇന്ന് ഏത് രീതിയിലെന്നൊക്കെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് വേണം ചെയ്യാൻ. മാഡം, ഞാൻ വീടിന്റെ മുന്നിൽ തന്നെയുണ്ട്. അയ്യോ. ഇന്ന് തന്നെ കുഞ്ഞിനെ ഞാൻ മാറ്റിത്തരാം. എല്ലാം മൂർത്തി പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ഞാനൊരു ഓൺലൈൻ ഡെലിവറി ബോയ് ആയിട്ടായിരിക്കും വരുന്നത്. കുഞ്ഞിനെ മാഡം എനിക്ക് കാണിച്ചു തന്നാൽ മാത്രം മതി. ഇവിടെ ഒരേ പ്രായക്കാരായ 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരു കാരണവശാലും കുഞ്ഞു മാറിപ്പോരുത്. താൻ വാ, കുഞ്ഞിനെ ഞാൻ തന്നെ കാണിച്ചു തരാം. CCTV ക്യാമറയെല്ലാം ഓഫ് ചെയ്തേക്കാം. ശരി മാഡം. മാഡം, മാഡം, ഈ ആതിര ഇവിടെയുണ്ട്. എന്താ? അതെ, ആതിര മാഡത്തിനൊരു പാഴ്സൽ ഉണ്ടായിരുന്നു. ഞാൻ അവളെ വിളിക്കാം. വേണമെന്നില്ല, മാഡം തന്നെ ഒപ്പിട്ട് തന്നാ മതി. ദാ ഇവിടെ. മാഡം, കുറച്ച് ഐസ് വാട്ടർ തരുമോ കുടിക്കാൻ? തരാം, വെയിറ്റ് ചെയ്യേ. മുകളിൽ ഇടതുവശത്തുള്ള ആദ്യത്തെ മുറി. ഓക്കെ. അവിടെ കാണും കുഞ്ഞ്.